ഓ, അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ? ഞാനതിനെ കുറിച്ച് ചിന്തിച്ച പോലുമില്ല. ഇനി ഇവർക്ക് പകരം വേറെ ഏത് പെണ്ണാണെങ്കിൽ തന്നെ ഇവന്റെ ഈ തോന്നിയ അവസരത്തിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. അതിന്റെ ഇടയ്ക്ക് എന്റെ ഫ്രണ്ടിന്റെ മക്കളെ തന്നെ. ഹാ, അവന്റെ റിവെഞ്ചിന് വേണ്ടിയിട്ടും അവന്റെ സിമ്പതിക്ക് വേണ്ടിയിട്ടും ഒരിക്കലും ഈ മാരേജിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. എന്തായാലും ഇത്രയായ സ്ഥിതിക്ക്, ഇവരുമായിട്ട് പരിചയമുള്ള സ്ഥിതിക്ക് ഒരിക്കലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. എന്റെ പൊന്നിച്ചായ, ഇച്ചായ എന്തറിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നേ? എനിക്ക് തോന്നുന്നില്ല ജസ്റ്റിൻ ഈ തീരുമാനത്തിൽ മാറുന്നു. അല്ലെങ്കിൽ തന്നെ അവൻ എന്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിക്കാതെ അവൻ പോകത്തില്ല. അവന്റെ ഭാഷയ്ക്കൊട്ടും കുറവൊന്നുമില്ലല്ലോ. ഇനി ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞാലും അത് മാറാനെ പോകുന്നേയില്ല. അത് നീ പറഞ്ഞത് ശരിയാ. പക്ഷെ കല്യാണം എന്നൊക്കെ പറയുമ്പോ അത് റിവെഞ്ചിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരുത്താനൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. എന്താ നമ്മളെ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? ഈ നാട്ടിൽ ഒരാളും അങ്ങനെ ആയിരിക്കും കല്യാണം കഴിച്ചത്. ഒന്നെങ്കിലും വല്ല സ്നേഹം ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നില്ല ഇന്നലെ കണ്ടൊരു പെണ്ണിനോട് അവന് സ്നേഹം ഉണ്ടാവുന്നു. അവനോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ആ പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് പാവമായിട്ട് തോന്നിയത്. എന്ത് പാവം? അല്ല, ആ പെൺകുട്ടി പാവമായിരിക്കാം, പക്ഷെ എന്ന് പറഞ്ഞ് പാവാണെന്ന് തോന്നിയ എല്ലാവർക്കും പ്രണയിക്കാനും കല്യാണം കഴിക്കാൻ തോന്നും. ഇത് നിന്റെ മോൻ നല്ല മോനൊക്കെ തന്നെയാ. ഇതാ നോക്ക്, അവന്റെ തീരുമാനം അത് എന്തായാലും അത് നല്ലതാണെങ്കിൽ ഞാൻ അച്ഛനെന്ന നിലയിൽ അവന്റെ കൂടെ തന്നെ കാണും. അവനെ കുറിച്ച് എനിക്ക് ഇതുവരെ ഒരു മോശം അഭിപ്രായം തോന്നിയിട്ടില്ല. ഇപ്പോഴും ദാ ഇത് കാര്യം പറയുന്നതിന് മുമ്പ് വരെ എനിക്ക് അവനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. എനിക്ക് മാത്രമല്ല, നിനക്കും ഇവിടെയുള്ള എല്ലാവർക്കും അവനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയാണ് പോക്കെങ്കിൽ അവനെതിരെ നിൽക്കാൻ പറ്റുന്ന ഞാൻ തന്നെയായിരിക്കും. ഇനി അവന് ഒരു പ്രണയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിലാണ് ഈ ഒരു കല്യാണത്തിന്റെ ഡിസിഷൻ എടുത്തതെങ്കിൽ ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായേനെ. പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ. എന്തായാലും ജസ്റ്റിൻ ഒരു തെറ്റായ ഡിസിഷൻ എടുക്കില്ല എന്നാ എന്റെ ഒരു വിശ്വാസം. ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ ഇച്ചാന്റെ കൂടെ ഞാനും ഉണ്ടാവും. ഓ, അപ്പൊ അത് എനിക്ക് ഈ സ്റ്റാഫ്സിനോട് എങ്ങനെ പെരുമാറുന്നൊക്കെ ക്ലാസ് എടുക്കണോ? അല്ല, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഈ പേര് പെണ്ണിന് വേണ്ടിട്ട് നീ എന്നോട് വഴക്കുണ്ടാക്കണം? ഇവിടെ നിനക്ക് അറിയത്തൊന്നുമില്ലല്ലോ. ഇന്നല്ലേ മീറ്റ് ചെയ്തേ, അപ്പൊ തന്നെ ഇവിടെ പക്ഷം പിടിച്ച് സംസാരിക്കണോ എന്നോട്? എന്താ നോക്ക് ജസ്വിൻ, ഞാൻ ദിയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നൊന്നുമല്ല. നിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് ഞാൻ ഒന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഇവക്ക് പകരം ഏത് പെണ്ണാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുള്ളൂ. എന്ന് പറഞ്ഞ ഒരാളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ നിന്നോട് റേസ് ആയതൊന്നുമല്ല. ഇവളെ നിനക്ക് അറിയത്ത് പോലുമില്ല. പിന്നെ നീ എന്തറിഞ്ഞിട്ട് ഇവളുടെ ക്യാരക്ടർ അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, ഇവളുടെ ക്യാരക്ടർ മനസ്സിലാക്കി തന്നെ ഞാൻ ഇവിടെ പെരുമാറുന്നത്. നിന്റെ ഉള്ളിൽ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഇവളെ കുറിച്ച്. പക്ഷെ അത് വെച്ച് എല്ലാവരും അവളെ ആ രീതി കാണണമെന്നൊന്നുമില്ല. മനുഷ്യ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നീ പറ. എന്റെ പൊന്നു അലൻ, ഞാൻ ഇവളെ മനസ്സിലാക്കിയെടുത്തോളം തന്നെ എനിക്ക് മതിയായി. ഇനി കൂടുതലായിട്ടൊന്നും അറിയണമെന്നില്ല, അറിയാൻ താല്പര്യമില്ല. എക്സ്ക്യൂസ് മീ സർ, സാറിന് എന്നെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഞാനായിട്ടൊരിക്കലും തിരുത്താൻ ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു മനുഷ്യന് ചിന്തകളൊക്കെ ചിലപ്പം എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോയത്. പക്ഷെ ഒരു മനുഷ്യന്റെ ചിന്താഗതി തെറ്റാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, അപ്പൊ നീ പറഞ്ഞു വരുന്നെന്താ? എനിക്ക് നിന്നെ കുറിച്ചുള്ള ഇംപ്രഷൻസ് എല്ലാം തെറ്റാണെന്നുള്ളതാണ്. എനിക്ക് ഒരാളെ കാണുമ്പോ തന്നെ അറിയാം അവളുടെ മൈൻഡിൽ എന്താണ്. എനിക്ക് നിന്നെ കുറിച്ചുള്ള വളരെ മോശം അഭിപ്രായം തന്നെയാണ്. അത് ഇപ്പോഴും ആയിരിക്കും, ഇനി അങ്ങോട്ടും എപ്പോഴും അങ്ങനെ ആയിരിക്കും. ദിയ, നീ എന്തായാലും മീറ്റിംഗ് ഹാളിലേക്ക് പോക്കോ. ഇന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയല്ലേ. പിന്നെ ഒരു കാര്യം പറഞ്ഞ ശരിയാ. ഇൻഫാക്ട് ഒരു മനുഷ്യന്റെ ചിന്താഗതി തെറ്റാണെങ്കിൽ പിന്നെ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. എന്തായാലും നമുക്ക് നാളെ മീറ്റ് ചെയ്യാം, ഓക്കെ? എന്തായാലും ജസ്മിൻ, ഞാൻ പോയേക്കുക. നീ എവിടെ നിന്നേ? നീ എന്തിനാ അവക്ക് വേണ്ടിയിട്ട് എന്നോട് ചൂടാവുന്നത്? എനിക്ക് നല്ലതുപോലെ അറിയാം നിനക്ക് അവളെ അറിയത്ത് പോലില്ല. പിന്നെ ഇതുവരെ നീ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നോട്. ഇപ്പൊ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നീ എന്തിനാ എന്നോട് റേസ് ആവുന്നേ? അല്ല, നിന്നോടല്ല പറഞ്ഞേ എനിക്ക് അവളെ അറിയത്തില്ലെന്ന്. അവക്ക് എന്നെ അറിയാം, എനിക്ക് അവളെ അറിയാം. പിന്നെ അതെങ്ങനെയാണെന്നൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ
ഒരു കാര്യം ചോദിച്ചു, ഞാൻ എന്തിനാ അവക്ക് വേണ്ടിയിട്ട് നിന്നോട് ദേഷ്യപ്പെട്ടത്? അത് വേറൊന്നുമല്ല, എനിക്ക് അവളോട് താല്പര്യമുണ്ട്. സോ സോ വാട്ട്? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് അവളോട് വല്ല ലവ് പോലാണോ? ദിയ, എന്തു പറ്റി? നീന്തി എവിടെ നിൽക്കുന്നേ? മീറ്റ് നോക്കാറായില്ലേ? എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ജാക്സൺ, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മീറ്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയില്ലേ? അവരെപ്പോഴാ വരുന്നേ? ആ, അവരിപ്പോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നിന്റെ മുഖം കണ്ടിട്ട് നിനക്ക് എന്താ കുഴപ്പം ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. അല്ല, ജസ്വിൻ സാറിനെ കണ്ടായിരുന്നോ? ആളിപ്പോ എവിടെയാ? ഹാ, സാർ റെസ്റ്റ് റൂമിലുണ്ട്. അവിടെ അലൻ സാറുമായിട്ട് സംസാരിച്ചു നിൽക്കുക. ഓ, അവരെ കണ്ടുമുട്ടിയോ? എന്താ വല്ല അർജന്റ് കാര്യമാണ് സംസാരിക്കുന്നത്? ജാക്സൺ, എനിക്കറിയില്ല. എന്താ നിനക്ക് അറിയത്തില്ലാത്തേ? അല്ല, കുറച്ചും സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നിനക്ക് അറിയില്ലേ? അതോ അറിയത്തില്ലാത്ത പോലെ അഭിനയിക്കണം? സാർ എന്തിനെ കുറിച്ച് പറയുന്നേ? എനിക്കത് മനസ്സിലായില്ല. ആ, അപ്പൊ ഞാൻ എവിടെ വെച്ചാ പറഞ്ഞു നിർത്തിയ? നോക്ക് ജസ്വിൻ, ഞാൻ മാക്സിമം താഴത്ത് അഭിനയിക്കാം, ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കാം. പക്ഷേ താൻ്റെ പുറകെ നടന്നിങ്ങനെ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. പ്ലീസ് ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോയ്സ്നെസ്. നോക്ക്, നിന്റെ സംസാരം അങ്ങ് കൂടി കൂടി വരുവാണല്ലോ. പിന്നെ ഒരു കാര്യം നടക്കുന്നു, ഞാൻ നിന്റെ സിഇഒയാ. നീ ഇവിടുത്തെ വെറും ഒരു പേഴ്സണൽ പി ആണ്. അത് നീ പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. എൻ്റെ പേര് ജസ്മിൻ തന്നെയാണ്, പക്ഷെ നീ എന്നെ വിളിക്കേണ്ടവർക്ക് നീ ജസ്മിൻ ആണ്. കോൾ മീ ജസ്മിൻ സർ. ഓ, അപ്പോ ഈ ജസ്റ്റിൻ സാറിന് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാ തോന്നേ. കേട്ടില്ലേ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന്. ആദ്യം റെസ്പെക്ട് കൊടുക്ക്, എന്നിട്ട് റെസ്പെക്ട് ഒക്കെ തനിയെ വന്നോളൂ. അതൊന്നും അറിയാത്ത ഒരു പൊട്ട സിയാണെന്ന കാര്യം ഞാൻ അങ്ങ് മറന്നു. സോറി കാട്ടുപൂച്ചേ. എന്റെ കാട്ടുപൂച്ചയെന്നോ? നോക്കുക, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഓ, അപ്പൊ ഞാനാണ് ഇതിന്റെ പുറമെ വഴക്കുണ്ടാക്കുന്നേ? താഴെ ഇതിന്റെ പുറമെ വഴക്കുണ്ടാക്കുന്നേ? പിന്നെ തന്റെ കാട്ടുപൂച്ച സ്വഭാവം തന്നെ നിർത്തിക്കും. അതൊക്കെ നല്ലത്. എന്റെ കാട്ടുപൂച്ചയുടെ സ്വഭാവം നിനക്ക് എങ്ങനെ അറിയാം? എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ സ്വഭാവമെല്ലാം നിനക്കായിരിക്കും ഉള്ളത്. താനൊന്ന് പോടും. തനിക്ക് എന്തറിഞ്ഞിട്ട് താനിങ്ങനെ സംസാരിക്കുന്നേ? എന്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവം തന്നെ. പിന്നെ തന്നോട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്റെ പൊന്നു ദിയ, നിന്നോട് പറഞ്ഞു നിൽക്കാൻ ഞാൻ ആളല്ല. അല്ലെ തന്നെ ഒരു കാര്യം പറഞ്ഞ അത് മനസ്സിലാവുന്നവർക്കല്ലേ പറഞ്ഞു കൊടുത്തൊരു കാര്യമുള്ളൂ. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വന്നേ. എന്റെ ബ്രദർ അലനുമായിട്ട് ഇനി തന്നെ ക്ലോസ് ആവണം നിൽക്കണ്ട. അത് നിനക്ക് നല്ലതല്ല. അതുകൊണ്ട് വെറുതെ അവനുമായിട്ടൊരു കണക്ഷൻ ഒന്നും നിൽക്കണ്ട. മനസ്സിലായല്ലോ? ഓഹോ, അപ്പോ അതാണല്ലേ കാര്യം. തനിക്കെന്താ പ്രോബ്ലം? ഞാൻ തന്റെ ബ്രദറായിട്ടുള്ള അല്ലോട് സംസാരിച്ച എന്താ വല്ല ജേസമാണ്? ഞാൻ ആദ്യം വിചാരിച്ചത് തനിക്കൊരു ബ്രദറാണെന്ന് പറഞ്ഞപ്പം തന്റെ പകർപ്പായിരിക്കുന്ന. പക്ഷെ അങ്ങനെയല്ല. അലന് മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കേണ്ടത് നല്ല വ്യക്തമായിട്ട് അറിയാം. ആസ് എ ഗുഡ് ജെന്റിൽ മാൻ. പക്ഷേ തന്നെ ആ സ്വഭാവം തൊട്ട് തിന്നിട്ടില്ലല്ലോ. ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ഡേവിഡ് സർ, എന്റെ പേര് അർജുൻ. ഞാൻ വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വർമ്മ സാറിന്റെ പി എ ആണ്. ഇപ്പൊ ഞാൻ ഡേവിഡ് സാറിനെ വിളിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് ഡി എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസുമായിട്ട് ഒരു മീറ്റിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്തെന്ന് പറയാനാ വിളിച്ചേ. നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. കാരണം മഹേഷ് സാറിന് ഒരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു. അപ്പോ അത് ഒഴിവാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നാളത്തേക്ക് മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയാൻ വേണ്ടി വിളിച്ചത്. വാട്ട്? എന്ത്? ഇത്ര വലിയ മീറ്റിംഗ് ഇതിന് മാറ്റിയത്? മഹിസാറിലേക്ക് വേണ്ട, മുത്സാറ് വരാലോ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഈ സമയത്താണോ ഇതൊക്കെ പറയേണ്ടത്? ഇത് ഞാൻ ജസ്റ്റിനോട് അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ജസ്റ്റിൻ അറിഞ്ഞാൽ എന്ത് നടക്കുമെന്നൊക്കെ അറിയാലോ. അതറിയാം സർ. ജസ്റ്റിൻ സാറിനോട് ഞാനിത് പറഞ്ഞ ജസ്റ്റിൻ സാറ് നല്ല ദേഷ്യപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഡേവിഡ് സാറിന് പറഞ്ഞ്. സാർ പറഞ്ഞ ജസ്റ്റിൻ സാർ കേൾക്കൂലോ.
ഹാ, ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു നോക്കാം. ആ, ഇനി അവനായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, ഐ മീൻ നിങ്ങളുടെ ഈ ഒരു പാർട്ണർഷിപ്പേ വേണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഇനി എന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട. എക്സ്ക്യൂസ് മീ, ഈ ജസ്മിൻ ആരം ക്രിസ്റ്റിക്ക് ജലസ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. അത് പക്ഷേ നിന്നെ പോലെ പെണ്ണാകുമ്പോ ഒട്ടും ഉണ്ടാവില്ല. ഓ, അപ്പൊ തനിക്ക് എന്നോടുള്ള ഇംപ്രഷൻ അതാണെങ്കിലും എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ, ഇപ്പൊ തന്റെ ബ്രദറായിട്ടുള്ള അനനും ഞാനും ഫ്രണ്ട്സാ. ആദ്യം ഞാനിങ്ങനെ ആലോചിച്ചു, ബട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓക്കെ ആണെന്ന്. കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം തനിക്ക് ഒരു വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യം. കാരണം ഒരു ഫീലിങ്സ് എങ്കിലും തനിക്ക് ആരെങ്കിലും ഉണ്ടല്ലോ.